Good morning. Around in 19 ME1, ME11. Hello? Hello? Audible ആണോ? ആരാണ് ഈ 19 ME11 എന്ന് പറയുന്നത്? പഴയ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് കയറിയിരിക്കുന്നത്. പഴയ ഇമെയിൽ ആണ് വെച്ച് കയറിയിരിക്കുന്നത്. ആരാണത്? പേരുണ്ടോ നോക്കട്ടെ. 19 ME11 ലോഗിൻ ചെയ്തിട്ട് പോയാ? ഉണ്ടാതിരിക്കുക. എന്താണ് ഇത്ര സ്ലോ വരുവാനായിട്ട് എല്ലാവരും? ക്ലാസ് ഉണ്ടായിരുന്നു അതിന് മുമ്പ്? തൊട്ട് മുമ്പത്തെ അവർ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു സാർ. ഏതാ അത്? ഇല്ലായിരുന്നു. അതന്നെ ഏതിന്റെ പ്ലോട്ടായിരുന്നു? മാത്സ് സാർ. 46. ഓക്കെ, ഇന്ന് അല്ലെ പറഞ്ഞ പോലെ നമ്മള് ഇതുവരെ പറഞ്ഞ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓൾറെഡി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് ഐദർ യു ക്യാൻ ഹാവ് എ സെപ്പറേറ്റ് ബുക്ക് ഫോർ ട്യൂട്ടോറിയൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എഴുതുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് ഇത് രണ്ടും നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ക്ലാസ്സിന്റെ സമയത്ത് കൊണ്ടൊന്ന് കാണിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമ്പോൾ ചെയ്യട്ടെ. I will now share the first problem. അവിടെ വന്നോ? ഒരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. Come there. Is it viewable now? Okay. So you can copy that question. ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കുറച്ചുകൂടി അത് എല്ലാവർക്കും ചെയ്യാം. പിന്നെ എഴുതി കഴിഞ്ഞാൽ ഒന്ന് പറയണം. എഴുതി കഴിഞ്ഞാൽ indicate the type OK so that I can continue. A free jet issuing from a nozzle
of 0.0113 meters square cross-sectional area impinges normally on a fixed vertical plate. The force on the plate due to this impingement is found to be 2.54 kilonewton. Estimate the discharge from the nozzle. In the B part, the plate is allowed to move with a velocity 3 meters per second. The direction of the jet. What would be the force on the plate and the power transfer to the plate in the system? എഴുതി കഴിഞ്ഞോ? തീർന്നോ അത്? എഴുതി തീർന്നോ? 4 വരി എഴുതാൻ ഇത്ര സമയം എടുക്കല്ലേ? തീർന്നെങ്കിൽ തീർന്നെന്ന് പറയൂ. Didn't get any message from you. Okay. അപ്പോൾ ഇവിടെ നോക്കാം. ഇത് ഒരു വെർട്ടിക്കൽ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. You have given a vertical fixed plate where the jet impinges with a force having magnitude 2.54 kilonewton. ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട് ആദ്യത്തെ കേസിൽ. So first of all, let us draw the or identify the given data. നമുക്ക് തന്നിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് we have a let us say case 1. എന്താണ് fixed plate ആണ്. So you have the fixed flat plate. ഫിഗർ ഒന്ന് വരച്ചു നമ്മൾ. ഞാൻ വരയ്ക്കാം, നിങ്ങൾ വരച്ചോളൂ. So you have the fixed flat plate. You have the fixed flat plate, vertically positioned. So it is a fixed one. So let us say this is, you can show like this, and the jet is impinging with certain force. So that the velocity alla പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് ഫോഴ്സിന്റെ. We have, let us say this is the jet striking with velocity v, and once it impinges the plate, it will be then moving along the plate from either ends. ഇങ്ങനെ പോകും. ഇതും v ആണ്, ഇതും v ആണ്. So what is our assumption is? Our assumption is there is no friction. അതുകൊണ്ട് അതേ velocity ആണത്. And you have given the data given. What all data are given? ഇതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. ഫോഴ്സിന്റെ force value തന്നിട്ടുണ്ട്, fx തന്നിട്ടുണ്ട്. Let us say this is your x direction. With x, ഇത് y direction. Particular the y direction. X and y directions ആണെങ്കിൽ you are given the force exerted on the plate. അത് എത്ര തന്നിരിക്കുന്നത്? F value is എത്രയാ? Hello? 2.54. Okay, fx is 2.54 kilonewton. നമുക്ക് ആ കേസിൽ വേറെ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ? അവിടെ തന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ ഫസ്റ്റ് പാർട്ടില്. ക്രോസ് സെക്ഷൻ ഏരിയ
ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ക്രോസ് സെക്ഷണൽ ഏരിയ ഇറ്റ് ഈസ് എത്രയാണ് പറഞ്ഞത്? 0.0113 മീറ്റർ സ്ക്വയർ അല്ലേ? അതെ. അതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാര്യം ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ നമുക്ക് വേണ്ട ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഡിസ്ചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ഡിസ്ചാർജ് അതിലോട്ട് വരാം. ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതും. ഹാവ് ദി ഫോഴ്സ് ഇക്വേഷൻ. ഫോഴ്സ് ഇക്വേഷൻ Fx equal അതെ Fx equal to rho AV square. അതില് ഇതിനെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് എഴുതാം. ഇതിനെ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു റോ AV എന്ന് പറയുന്നതാണ് ഡിസ്ചാർജ്. A into V നമുക്കറിയാവുന്നതാണ്. ഫ്ലോറൈറ്റ് ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. നമ്മൾ മെക്കാനിക്സ് പഠിച്ചവരാണ്. റോ Q ഇൻറ്റു എന്തായി ഫോഴ്സ് എന്തായി? റോ Q ഇൻറ്റു ഇവിടെ ഏതെങ്കിലും ഡാറ്റ കൊണ്ട് തന്നിട്ടുണ്ടോ നോക്കിയാ? ഫോഴ്സ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റി എടുക്കും. ഫോർ ദ ടൈം ബീയിങ് ലെറ്റ് us assume that water is having വാട്ടറിന്റെ എത്രയാണ് നമ്മൾ സാധനം എടുക്കുന്നത്? ലിക്വിഡ് ജെറ്റിനെ പറഞ്ഞിട്ടുള്ളൂ. assume water. So water to take the density value 1000. So let us say rho equal to 1000 kilogram per liter water produced. ഇനി അത് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കണ്ടുപിടിക്കും. Fx തന്നിട്ടുണ്ട്. You can substitute here. V തന്നിട്ടില്ലല്ലോ. V കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ക്രോസ് സെക്ഷൻ ഏരിയ അറിയാം, റോ അറിയാം. ആദ്യം നിങ്ങൾ V കാണും. അത് കിട്ടിയാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യും. Fx തന്നിട്ടില്ലയോ? Substitute ചെയ്യൂ. So 2.54 here. 2.54 into 10⁻³ kilonewton ആണ്. That is equal to rho. Let us say 1000 into area എത്രയാ? 0.0113 into V square. അത് ഡിസ്ചാർജ് ഇട്ടാലും മതി. So from here you will be getting velocity. Calculate ചെയ്തിട്ട് പറയും. Velocity equal to calculate and calculate എടുത്ത് നോക്കിയിട്ട് പറയും. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് velocity meter per second എത്ര പറ്റും? V square will be 2.54 by 0.0113 root 1000 cancel ചെയ്തോളാം. എത്ര വരും? കാൽക്കുലേറ്റർ എടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ ആരും? കാൽക്കുലേറ്റർ ഒന്നുമില്ലേ? 4.74. ഏതാ വെലോസിറ്റി ആണോ? 4.74. Okay, 4.74 meter per second. So discharge you can calculate. So Q equal to you calculate the discharge. നമുക്ക് A V എടുക്കുക, അല്ലെങ്കിൽ ഫോഴ്സ് അത് മതി. അതാ നല്ലത്. ഫോഴ്സിന്റെ ഇക്വേഷൻ വീട് സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യമില്ല.
this charge is u equal to area into velocity. So that is 0.113 into 4.74. So charge 0.053 meter cube per second. 0.053. 3. Okay. So that completes your first part. Second part എന്ന് പറയുന്നതാണ് the plate is assumed moving. So second part case B എന്ന് പറയുന്നത് let us now consider the second part. Case വെലോസിറ്റി 4 ആണോ പറഞ്ഞത്? സാറേ 14 പോയിന്റ്. ഞാൻ 14 point. സാർ 14 പോയിന്റ് കിട്ടി 99. അതായത് ഇവിടെ 1000 10⁻³ എന്ന് പറയുന്നത് 1000 ആണ്. 1000 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 2.54 by 0.0113 v സ്ക്വയറിന്റെ വാല്യൂ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം. ഇവിടെ 14 ആണോ? 14.992. 14.992. 14.99. അപ്പോൾ ഡിസ്ചാർജ് തെറ്റാണോ? രണ്ടൊന്ന് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകണം. ഡിസ്ചാർജ് റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകണം. This is 14.992. 992. Okay. 99. Okay. 14.992 അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ചാർജിന്റെ വാല്യൂ തെറ്റി. 14.99. Okay. wrong. $15.99, 15, approximately 15 or 15 into that. Why not 113? Third value. .169 meter cube per second. 694. 1694 meter square per second. Meter cube per second. Meter cube per second. Okay, and the second part in the second part is moving in the case. Second part we have the flat plate is moving. Case 2 moving plate. So you have, draw the figure then, you have the vertical flat plate. You have the vertical flat plate, then it is moving now with velocity u 3 meter per second, and jet strikes it with velocity തന്നിട്ടില്ല. അത് തന്നെ അതേ വെലോസിറ്റി അല്ലേ പറഞ്ഞേക്കുന്നത്. വെലോസിറ്റിയുടെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ so we can take that 14 പോയിന്റ് എത്രയായിരുന്നു? 992. So once it strikes, it will be leaving from either directions. So this is the equation. കാണേണ്ട എന്താണ്?
ക്വസ്റ്റൻ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഫോൾസ് സർ. ഫോഴ്സ് അല്ല, ഫോഴ്സിന്റെ ഇക്വേഷൻ force exerted normal to the plate Fx will be Fx equal to എന്താണ് rho A V minus U ഫോർ സ്ക്വയർ. ക്ലിയർ അല്ലേ? അങ്ങനല്ലേ? ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് rho അറിയാം, A അറിയാം, V അറിയാം, U അറിയാം. Substitute here. So this is equal to 1000 into 0.0113 into 14.99 minus 3. That will be calculate ചെയ്തിട്ട് പറയും. You will be getting whatever quantity you will be getting, that will be Newton. Then divided by 1000 is a kilonewton le parayam. കിട്ടിയോ? നിങ്ങൾ മൊബൈലിലാണോ കുത്തുന്നത്, അത് കാൽക്കുലേറ്റർ ആണോ യൂസ് ചെയ്യുന്നത്? ഹലോ, ചെയ്യുന്നുണ്ടോ? കാൽക്കുലേറ്റർ ആണെങ്കിൽ പെട്ടെന്ന് കഴിയണമല്ലോ. നിങ്ങൾ മൊബൈലിലാണെങ്കിൽ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ട്, അതിലെ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട്. കാൽക്കുലേറ്ററിലാണെങ്കിൽ 1625.03 ന്യൂട്ടൺ. 03 ന്യൂട്ടൺ. അത് കിലോമീറ്റർ 1.25 അല്ലേ? കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കുക, ഞാൻ ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ എന്റെ ആൻസറും ഇല്ല. 1.625 കിലോമീറ്റർ. 1.6 കിലോന്യൂട്ടൺ പറഞ്ഞു. ഓക്കെ, 1.6 അല്ലെങ്കിൽ കൂടെ ഉള്ള വാല് എത്രയാണെന്ന് എഴുതിക്കും. 1.625. 1.625. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത എന്തെങ്കിലും കാണാനുണ്ടോ? പവർ കണ്ടു. പവർ എങ്ങനെ കാണുന്നത് എന്നുള്ളത് അറിയാലോ. എന്താ കാണുന്നത്? Fx into U അല്ലേ? Fx into U അത്ര ചെയ്യാനുള്ളൂ. So the power is Fx into U. The power is the power work done per second. Work done per second. It will be Fx into U. So this one
625 into 3. Watt അല്ലെങ്കിൽ കിലോ ന്യൂട്ടൺ into 3 ചെയ്താൽ കിലോ വാട്ട് കിട്ടും. എത്രയാ? 4.87. 1625 into 3. Okay, 87. 4.87 കിലോവാട്ട് അല്ലേ? ആണോ? വ്യത്യാസം ഉണ്ടാകില്ലോ? ഇല്ല സർ. 1625 into 3 16 into 3 48 അതാണ് ശരിയാ. ഓക്കെ, ഇനിയുണ്ടോ? എഫിഷ്യൻസി എല്ലാം കാണാൻ പറഞ്ഞിട്ടില്ലല്ലോ. എഫിഷ്യൻസി കാണണമെങ്കിൽ ഇതിനെ ഡിവൈഡഡ് ബൈ ഹാഫ് MB സ്ക്വയർ ചെയ്താൽ മതി. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ്. രണ്ടാമത്തെ പ്രോബ്ലം എഴുതിട്ടോ. കാണുന്നുണ്ടോ രണ്ടാമത്തെ? ഓക്കെ, അതൊന്നും എഴുതിയെടുക്കും. ഇതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാനാ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ നടക്കൂല. A 6 centimeter diameter free jet of water having velocity 10 meters per second impinges on a plane, smooth plate at an angle 30 degrees to the normal flow. What will be the force due to jet impingement on the plate and 1 ton per second when the plate is stationary and second is moving? The direction of this jet at 5 meters per second velocity. What will be the force due to the jet on the plate when the plate is moving against the jet direction at 5 meters per second velocity? മൂന്ന് കേസ് അവിടെ ഉണ്ട് ആക്ച്വലി. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞിട്ട് പറയണം. എഴുതിക്കുന്നോ? ഓക്കെ, ഇതില് ഇൻക്ലൈൻഡ് പ്ലേറ്റിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, മൂവിംഗ് ആസ് വെൽ ആസ് സ്റ്റേഷനറി കേസ്. സോ വി ഹാവ് എ, അതിൽ ആദ്യത്തെ കേസ് സ്റ്റേഷനറി കേസ് എടുക്കാം നമുക്ക്. So let us case 1, stationary inclined plate. നിങ്ങൾ ആ ഫിഗർ വരച്ച് നോക്കുന്നുണ്ടാവും.
So you have the inclined plate. Inclined plate, let us say this is the inclined plate, and the jet is striking velocity v. ഇവിടെ തന്നിരിക്കുന്നത് we have the flat plate and let's say the jet strikes here, so this is v. ഇനി ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഒന്ന് വായിച്ച്. So let us, in the first case stationary ആണ്, so this is, let us lock this one. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എന്താ 30 ഡിഗ്രി എന്താ പറഞ്ഞിരിക്കുന്നത് ആ ആംഗിൾ ഏത് പാർട്ടിലെ ആംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത് പ്ലേറ്റിന്റെ നോർമൽ. സോ ലെറ്റ് us draw the normal to the plate. ഇത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ this is the normal to the plate. This angle is 30. 30 ഡിഗ്രി തന്നിട്ടുണ്ട്. So what will be this angle? ഇതാണ് നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ തീറ്റ ആയിട്ട് മാർക്ക് ചെയ്ത് നിങ്ങളുടെ ഡയഗ്രം നമ്മൾ വരച്ച ഡയഗ്രത്തിൽ തീറ്റ ഇതല്ലേ ആ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും ഇത് നോർമൽ ആണ് ഇത് 30 ആണെങ്കിൽ തീറ്റ വിൽ ബി 90 minus 30 60. നമ്മൾ വരച്ച ഫിഗർ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇതിപ്പോ ചെയ്യാവുന്നതല്ലേ, ഇതിന്റെ ഇക്വേഷൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഡെൻസിറ്റി അഥവാ ഡാറ്റ തന്നിരിക്കുന്ന ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ആദ്യത്തെ പാർട്ടിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് ആണോ കാണണ്ടേ ഫോഴ്സ് കാണണം വർക്ക് ഡണും കാണണം. വർക്ക് ഡൺ സ്റ്റേഷനറി ആണ് 0 ആണ്. സോ ദാറ്റ് യു ക്യാൻ മെൻഷൻ ദെയർ. ദെൻ ഗിവൺ ഈസ് വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി അല്ല ഡെൻസിറ്റി വാട്ടർ ആണ്. സോ വി ടേക്ക് rho equal to 1000 kilogram per meter cube for water. ഇവിടെ വാട്ടർ ആണ്. ഏരിയ വല്ലതും തന്നിട്ടുണ്ടോ ഡയമീറ്റർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത് 6 centimeters diameter jet diameter. So jet diameter 6 centimeters. So you can calculate the area. You calculate area 5/4 d square. So area is 5/4 d square. You calculate. അവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നത് യൂണിറ്റ് നോക്കത്തില്ല, 6 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 6 സെന്റിമീറ്റർ ആണ്. കൺവേർട്ട് ദാറ്റ് ഇൻടു മീറ്റർ. ഇവിടെ വരും ഏരിയ area is area equal to 5/4 into 6 into 10 raised to minus 2. area എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും.
ഇതാണ് 5/4 into 6 into 10⁻²² square. കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ പറയൂ. എവിടെയാണ് പോയിന്റ്? ഞാൻ എനിക്ക് ഒറ്റ ഇതിന്റെ കാണത്തില്ല കേട്ടോ. നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ചിലപ്പോൾ ശ്രദ്ധ പോകത്തില്ല. നിങ്ങൾ പറയണേ. പോയിന്റ് എത്രയാ? പോയിന്റ് ഏരിയ 101. 01. വില കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. 0.1 meter square. So now the force exerted will be Fx, force exerted. Normal, N normal to the plate will be, the equation അറിയാലോ. Normal to the plate. സാർ ഏരിയ 2.82 ആണെന്ന് തോന്നുന്നു സാർ. Sir, 2.82 into 10⁻³ മീറ്റർ സ്ക്വയർ. 0.01 എന്ന് പറഞ്ഞ് അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. 2.82 ആണ് കിട്ടിയത് into 10⁻³. ഇതാണ് 2.82 into 10⁻³ -3. -3. അത്രയും മീറ്റർ സ്ക്വയർ ആണ് ഫോഴ്സ്. Now force exerted Fn is, write the equation for the force exerted. നോർമൽ ആണെങ്കിൽ, നോർമൽ ഫോഴ്സ് ആണെങ്കിൽ Fn will be rho a v square എന്തായിരുന്നു? sin theta. റോ അറിയാം, എ അറിയാം, ബി അറിയാം. സാറേ FN ആണോ? FN കാൽക്കുലേറ്റ് ചെയ്തോളൂ. നോർമൽ അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, ഫോഴ്സ് എക്സർട്ടഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ FN കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിൽ Fx എടുക്കണം. ബിക്കോസ് ഇറ്റ് ഇസ് എന്തറിയാം, എക്സ് ഡയറക്ഷനിലാണ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ. ഇവിടെ കേസിൽ 0 ആയിരിക്കും വർക്ക് ഡൺ. FN കാൽക്കുലേറ്റ് ചെയ്തു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് എക്സർട്ടഡ് നോർമൽ ടു ദ പ്ലേറ്റ് എന്ന് എഴുതിയേക്കും. Substitute the known data here. What is equal to rho 1000 area ഇപ്പോൾ 2.82 into 10⁻³ velocity എത്രയാ? Velocity value 10 square into sin 60. We calculate and give me the value. ന്യൂട്ടണിലാണെങ്കിൽ അങ്ങനെ, കിലോ ന്യൂട്ടണിലാണെങ്കിൽ അങ്ങനെ.
വരും? കേട്ടോ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 1000 244.82 82 Newton, അല്ലേ? So that is the force exerted normal to the plate, and you find what is the force exerted in the direction of the jet, Fx. So the force exerted in the jet direction, that you calculate Fx. So this is Fx. Fx equal to Fn sin theta, അല്ലേ? 44.2 82 into again sin 60. എത്ര വരും? 212.024. അല്ല ശരിയല്ലേ? അതെ സാർ. റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നായിരിക്കും. 12.0 അല്ലേ? ഞാൻ എൻ്റെ അടുത്ത പാർട്ടി ചെയ്യും. എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഞാൻ 5 പ്രോബ്ലം ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. 5 പോയിട്ട് രണ്ടാമത്തത് തീരാറായില്ല. പിന്നെ പ്രോബ്ലം നിങ്ങൾ കുറച്ച് സ്പീഡിൽ ചെയ്യണേ കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പോകണം കുറച്ച് കൂടുതൽ ചെയ്യണമെങ്കിൽ അതേ പറ്റുള്ളൂ. You take the second case. Second case എന്താണ്? Second case എന്താണ്? Moving case. അപ്പോൾ അതെടുത്ത് ചെയ്യും. Second caseൽ is moving. The plate is moving. Case 2. Plate moving. Moving in the direction of the jet. The jet direction. ഒരു കേസ് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ജെറ്റ് draw the figure again. We have this 8 that's striking here. Now it is moving with velocity v. The v. After the data all same. This angle is theta 30. So that is this theta. So theta is now 6.
ഇക്വേഷൻ എഴുതിയാൽ മതി. ഇതാണ് എഫക്സിന്റെ ഇക്വേഷൻ. ബാക്കിയുള്ളതൊന്നും ബാക്കി ഇക്വേഷൻ ഒന്നും പറഞ്ഞാൽ മതിയില്ല. ഇതിന്റെ എഫക്സ് ഈസ് ഫോർ എഫ്എൽ. എഫക്സ് അല്ലെങ്കിൽ എഫ്എൽ. ഫോഴ്സ് exerted in the direction in the direction. നോർമൽ കാണുക, അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഡയറക്റ്റ്ലി എടുത്ത് എഴുതിയാലും മതി. നമുക്ക് വർക്ക് ഡൗണും ഫോഴ്സും മതിയെന്നില്ല. ഡയറക്ഷൻ എഫക്സ് വിൽ ബി ഏതാണ്? റോ എ പറഞ്ഞോ. P minus U the whole square sin theta sin square theta. എഫക്സ് ആണ് സൈൻ സ്ക്വയർ തീറ്റ. എഫ് എൻ ആണെങ്കിൽ സൈൻ തീറ്റ വരും. സൈൻ സ്ക്വയർ വരത്തില്ല. We substitute there. All the data are known. Let's substitute and find the answer. Equal to 1000.82 to minus 3 10 minus v എത്രയാണ്? u എത്രയാണ്? 3 ആണോ? വെലോസിറ്റി പ്ലേറ്റിന്റെ 5 meter per second. 5 into sin square 60. അത് പറഞ്ഞോ. വാല്യൂ ആണ്. Okay. $53.006. 006. 53.0. അടുത്ത കേസ് ചെയ്യും. ഇവിടെ ഇതുവെല്ലാം കാണണോ? ബന്ധം വല്ലതും കാണുന്നുണ്ടോ? ഫോഴ്സ് എക്സെപ്റ്ററും വർദ്ധനം കാണാനല്ലേ പറഞ്ഞേക്കുന്നത്? അല്ലേ? ഓക്കെ, അപ്പൊ വർദ്ധനം കാണുന്നു. അപ്പൊ നേരത്തെ ഉള്ള കേസിൽ നിങ്ങൾ അവിടെ ആഡ് ചെയ്തേക്കണം വർക്ക് ഡൺ പെർ സെക്കൻഡ് 0 ആണ്. ബിക്കോസ് പ്ലേറ്റ് ഈസ് സ്റ്റേഷനറി, സോ ദ വർക്ക് ഡൺ ഓർ ദ പവർ ഈസ് 0. ഇവിടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് fx into u. This is 53 into u 5. അതൊക്കെ നോക്കാൻ 265 അല്ലേ?
കാണാത്തൊരു കേസ് ഇവിടെ ഉണ്ട്, അതുകൂടി ചെയ്യും. ചെയ്തിട്ട് നോക്കാം, പെട്ടെന്ന് കഴിയും. ഏതാണ് കേസ്? എന്താണ്? കേസ് 3 എന്ന് പറയുന്നത് കേസ് 3 plate moving opposite to the jet. Towards jet ആണ്. Towards jet. Towards the jet. നമുക്ക് നേരത്തെയുള്ള അതേ ഫിഗർ വരയ്ക്കാം. Let this be the striking velocity. ഇവിടെ പ്ലേറ്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഡയറക്ഷനില്ല, പ്ലേറ്റ് ജെറ്റിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ജെറ്റിന് ഓപ്പോസിറ്റ് ടുവേർഡ്സ് ജെറ്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ ആംഗിൾ എല്ലാം മറ്റുള്ള പോലെ 30 ഡിഗ്രി. This is 60. So theta we have 60. എന്താ വ്യത്യാസം വരിക? 2 നെഗറ്റീവ് ആകും. പെട്ടെന്ന് പറയാമല്ലോ. ഇക്വേഷനിൽ ആകെ വ്യത്യാസം വരുന്നത് എന്തായിരിക്കും? ഫോഴ്സ് യു നെഗറ്റീവ് V plus U കാണുമ്പോൾ വി മൈനസ് യു ഉള്ളത് എന്താവും? വി പ്ലസ് യു. ബാക്കിയെല്ലാം ഫോഴ്സ് എക്സേർട്ടഡ് force exerted will be in the jet അതല്ല ഡയറക്ഷൻ. ഈ നോർമൽ ഫോഴ്സ് നമുക്ക് ആവശ്യമുണ്ടോ കണ്ടാൽ മതി. നേരത്തെ അത് കണ്ട് നമ്മൾ അതിൽ നിന്ന് എഫക്ട്സ് കണ്ടെന്നേ ഉള്ളൂ. the direction of the jet will be fx. ഈ കേസിൽ റോ എ വി പ്ലസ് റിലേറ്റീവ് വെലോസിറ്റി വി പ്ലസ് യു മാത്രമേ ഉള്ളൂ. വി പ്ലസ് യു സ്ക്വയർ ടൈംസ് സ്ക്വയർ തീറ്റ. അതവിടെ നോട്ട് ചെയ്ത് വെക്കുള്ളൂ. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി വിൽ ബി, അതാണ് ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് കാണാനായിട്ട് തരുന്നില്ല എഫക്റ്റിന്. This is equal
ചെയ്തായിരുന്നോ അത്? എത്ര വാല്യൂ കിട്ടി? അത് ഔട്ടായത് ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞോളൂ, വാല്യൂ എത്ര കിട്ടിയായിരുന്നു? എഫക്ട്സ് എത്രയാ? 477.05 എന്ന് തോന്നുന്നു. തോന്നുന്നത് പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ ആണോ ചെയ്യുന്നത്? അത് സർ 477.05. Okay, 3 Newton. So now the work done will be Newton per second കാണുന്നത് ഇപ്പോൾ ചെയ്ത പോലെ Fx into U. That will be 477 into 5. So that will be another 2385. Okay, sir. Okay. We will continue tomorrow also. We will be doing a few like calculator അല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ഇട്ടുവാണെങ്കിൽ കൂടുതൽ പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നല്ലത്. ഓക്കെ ഓക്കെ തന്നെ. ഇന്ന് വേറെ ഒന്നുമല്ല, ഇത് ചെയ്തവര് അത് ഫോട്ടോ എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്യുക. അതിന്റെ ലിങ്ക് വന്ന് കാണാം. Stop. Thank you. That's all. Thank you, sir. Thank you, sir. Okay, then we can see you tomorrow then. Okay, thank you.